എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മന്ദന്റെ ക്ലോസിംഗ് ആണ്. അപ്പൊ ഞാൻ നേരെ പോണത് പാലക്കാട് ഓഫീസിലേക്കാട്ടോ. ഇപ്പൊ കാർ എടുത്തതിന് ശേഷം 1-2 മാസമായിട്ട് ഞാൻ ക്ലോസിംഗിന് പോകുമ്പോ കാറിലാണ് പോവാറ്. അങ്ങനെ സൂര്യ ഗേറ്റ് തുറക്കാൻ നിൽക്കുന്നുണ്ട് അവിടെ പഠിക്കല്. അങ്ങനെ സൂര്യക്ക് ഒരു ടാറ്റിങ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് പട്ടാമ്പി വഴിയായിട്ടാ ഞാൻ പോയത്. ഒരു കസ്റ്റമറെ കാണാണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒറ്റപ്പാലം എത്തിട്ടോ. പിന്നെ സരീഷിനെ വെയിറ്റ് ചെയ്തോണ്ട് കേട്ടോ അവിടെ. സരീഷ് ആണെങ്കിൽ ആടിപ്പാടി രജനീകാന്ത് പടയപ്പ സിനിമയിൽ വരുന്ന പോലെ ബാഗൊക്കെ കറക്കിയിട്ടാ ആള് വരുന്നത്. സാധാരണ ബൈക്കിൽ വരുമ്പോ മഴ കിട്ടാറുണ്ട് കേട്ടോ. കാറിൽ പോകുമ്പോ മഴ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇന്ന് ക്ലോസിംഗ് ആണല്ലോ, അതിന്റെ ഓരോ കഥകളും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് എത്തിയിട്ടാ. ഓഫീസിലെ കുറച്ചു നേരത്തെ പണികൾക്ക് ശേഷം ഞങ്ങൾ എല്ലാരും ഇവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. സ്ഥിരം ഫുഡ് കഴിക്കാനുള്ള യാക്കരയ്ക്കാനായിട്ട് എന്നും പോയത്. കഴിച്ചു കഴിഞ്ഞിട്ട് കയ്യും കഴുകി വരുമ്പോ അഭിലാഷ് തോട്ടിയും പിടിച്ച് നിൽക്കണ്ടേ. അഭിലാഷും സുധിനൊക്കെ പാടെ പേരയ്ക്ക് പൊട്ടിക്കായിരുന്നിട്ട് അവിടെ. പിന്നെ അഭിലാഷിന് പേരയ്ക്ക് കിട്ടണ്ടായപ്പോ തോട്ടി അവിടെ വെച്ച് കീഴടങ്ങി പോകുന്നുണ്ട്. 2 കടലമുട്ടായി വാങ്ങിയിട്ടാ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലോസിംഗിന്റെ തിരക്കിലായിരുന്നേ. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം 1 മണി ആയിരിക്കും കേട്ടോ. പകൽ 1 മണിയല്ലേ, രാത്രിത്തെ 1 മണി കേട്ടോ. അങ്ങനെ സുധിനെ മങ്കരയിൽ ഇറക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നേ. പിന്നെ ഏകദേശം 2 മണി 2:30 ആയപ്പോ സരീഷ് ഒറ്റപ്പാലത്ത് ഇറങ്ങി പോയിട്ടുണ്ട് വീട്ടിലേക്ക്. നോർമലി ക്ലോസിംഗ് ദിവസം ഈ ടൈം ഔട്ടാ വരാൻ. ഇത്രയും നേരം സംസാരിച്ചിരിക്കാൻ സുധിനും സരീഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിറങ്ങി പോയപ്പോ ഞാൻ പിന്നെ ഒറ്റയ്ക്കായിരുന്നേ. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടാ. കാറൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതേപോലെ മഴയത്താട്ട വന്നിരുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു പേടിയാവണേ. വേറൊന്നുമില്ല കേട്ടോ. പാതിരാത്രിക്ക് ബൈക്കിന്റെ പിന്നാലെ നായ്ക്കളെ കുറച്ചുകൊണ്ട് ഓടി വരും. അതിന് പുറമെ പന്നികൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ കാറുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട് എത്തണ വരെയും മഴ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ പുലർച്ചെ 3 മണിയൊക്കെ ആയ കാരണം വണ്ടികളും ആൾക്കാരൊന്നും റോഡിലില്ലേ. പിന്നെ വീട്ടിലെത്തുമ്പോഴുള്ള വിഷമം എന്താ വെച്ചാൽ സൂര്യയും തേജും അവിടെ ഇല്ല കേട്ടോ. അവര് അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്റെ ക്ലോസിംഗ് ദിവസം സൂര്യൻ തേജും പാടെ ആര്യമ്പാടത്തേക്ക് പോയിണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ടാ.